ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ദേവദാസൻ, ഇവിടെ കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏറ്റവും ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ ഒരു ദൈവം ഈ ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നു. ദേവദാസിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിനും പ്രിൻസ് ഭയ്യയ്ക്കും എന്നെ എൻകറേജ് ചെയ്യുന്നതിനും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ആദ്യം ചില സാഹചര്യങ്ങൾ കാരണം പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ ദൈവം ചിലത് നമ്മൾക്ക് വേണ്ടിയാണ് വിളി വച്ചേക്കുന്നെങ്കിൽ അത് നമ്മളോട് തന്നെ. പ്ലാൻ എ നമുക്ക് വച്ചെങ്കിൽ ബി വരത്തില്ല. പ്ലാൻ എ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ദൈവത്തിനോട് നന്ദി. ഞാൻ പറയുന്ന ലാംഗ്വേജിലോ വേർഡിലോ എന്തുവേലും മിസ്റ്റേക്കോ തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ലെറ്റ്സ് ടേൺ അവർ അറ്റൻഷൻസ് ടുവേർഡ് ദ ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 5 വേർഡ്സ് 2 to 10. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് 10-ാം വാക്യം വരെ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിച്ചെന്നെ സഹായിക്കാം പ്ലീസ്. ലൂക്കോസ് 5-ൻ്റെ പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടമാകപ്പെട്ടു വല കീറുമാറായി. അവൻ മറ്റു പടകളുടെ കൂട്ടാളികളും അത് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിനെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവരോട് കൂടെ ഉണ്ടായവർ എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളിയായ യാക്കോബ്, യോഹന്നാൻ എന്നീ സന്ധിമക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. താങ്ക് യു. ഒരു വാക്യം കൂടെ, ജസ്റ്റ് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17 വേർഡ്സ് 13 and 14. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു. നമുക്ക് ഒരു നിമിഷം നമ്മളുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല കണ്ണഞ്ഞു ഹോവേ കർത്താവേ, നിന്റെ സന്നിധാനത്തേക്ക് ഞങ്ങൾ ദൈവമേ വരുന്നു. ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ അവകാശമാണ് തന്നേക്കുന്നത്. വചനം അപ്പൻ്റെയാണ്, അടിയൻ അപ്പൻ്റേതാണ്, ഇവിടെ കൂടി വരുന്ന ജനം അപ്പൻ്റെയാണ്. ദൈവം ഇടപെടണമേ. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തി വരുത്തുന്ന ദൈവമാണ് അപ്പ. അടിയന്റെ ബുദ്ധിയും ബലവും എല്ലാം ലിമിറ്റഡ് ആണ് അപ്പ. പക്ഷെ ദൈവം എന്ന് സംസാരിക്കുന്ന കർത്താവെ, വന്ന ജനം വന്നതുപോലെയല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിറവോടെ ഇവിടുന്ന് ഇറങ്ങാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്യണേ. സകലം മാനവും മഹത്വവും നിനക്കാണ് അപ്പ. ഈ പ്രാർത്ഥന അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നിരിക്കാൻ ആമേൻ. താങ്ക് യു സോ മച്ച്. അതിവേഗത്തിൽ നമുക്കിനി വചനത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ ദൈവസന്നിധിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് മെസ്സേജ് എടുക്കേണ്ടതല്ല പല സാഹചര്യം കാരണം. പക്ഷെ ദൈവം സമയം ഒരുക്കണമെങ്കിൽ കർത്താവ് എന്താണ് സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, ചില പടകുകളെ ഞാൻ നിറയ്ക്കും. ഹല്ലേലൂയ. ചില പടകുകളെ. അപ്പം നമ്മളിവിടെ വായിച്ചത് ലൂക്കോസിൻ്റെ 5-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് ജസ്റ്റ് ലോങ് സ്റ്റോറി ഷോർട്ട് ഞാൻ പറയാം. അതിനകത്ത് ഷീമോൻ 2 പടക് അവിടെ ഉണ്ട്. ഒരു പടകുകൾ ഖാലിയാണ്. The boats are empty, so they are out of the boat and they were washing their nets. അവർ വല കഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോഴത്തേന് യേശു വരുന്നു, ബോട്ട് ചോദിക്കുന്നു. മൾട്ടിറ്റ്യൂഡ്സിനോട് യേശുപ്പച്ചൻ സംസാരിച്ചു, സുവിശേഷമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, ആഴത്തിലേക്ക് വല ഇറക്കുക, ആഴത്തിലേക്ക്. എന്നിട്ട് അപ്പം അവിടെ ഒരു ഷീമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ, രാത്രി മൊത്തം ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ ഇറക്കാം. അവിടെയാണ് ഹൈലൈറ്റ്. ഹല്ലേലൂയ. റിഖ ഹദ ശമാന രക്ത. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഏലിയാവ് ചെല്ലുന്നു. അവിടുത്തെ ഒരു ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് ഞാൻ പറയുന്നു. ഏലിയാവ് അവിടെ ചെല്ലുന്നു. വിധവ, നമുക്കറിയാം വിധവ ശരിക്കും വീടിൻ്റെ വെളിയിലിറങ്ങി വിറക് പെറുക്കുവാന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ബിക്കോസ്
ഗേറ്റ്സിന്റെ ആ ഫാട്ടക്കിന്റെ അവിടെ ഏലിയാവ് ഗേറ്റ്സിൽ ചെന്നപ്പോഴാണ് കാണുന്നത്. അവിടെ മാവ് കുറയുന്നു ഇല്ല, പക്ഷെ ഏലിയ പറയുന്നു എനിക്ക് കുറച്ചുണ്ട്, ആദ്യം കൊണ്ടുപോവാ. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നു അവിടെ ഒരു നിറവ് വെളിപ്പെടുന്നു. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നു ദൈവം നമ്മളോട് എന്തോ സംസാരിക്കുന്നത്. ഫസ്റ്റ് എനിക്ക് അതിനകത്ത് മനസ്സിലായത് ബോട്ട് എംപ്റ്റി ആയിരുന്നു, ബോട്ടിൽ ഇല്ല. അന്ന് രാത്രി മൊത്തം അധ്വാനിച്ചു. ഒരു പക്ഷെ ആ ബോട്ടിൽ ദൈവം കൊടുത്തതാണെങ്കിൽ ആ ബോട്ട് എംപ്റ്റി ആയി കിട്ടത്തില്ലായിരുന്നു. അപ്പൊ യേശു ചിലത് നമ്മളെ ജീവിതത്തിൽ ചില സമയത്ത് ചില സന്ദർഭങ്ങൾ എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ, ചിലത് നമ്മൾ ഒത്തിരി അധ്വാനിച്ചു നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം എന്തോ ദൈവ പദ്ധതിയാണ്. ആമേൻ, ഹല്ലേലൂയ. ചിലത് നമ്മൾ രാത്രി മൊത്തം അധ്വാനിച്ചു, ചില കാര്യങ്ങളിൽ നമ്മൾ കുറെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ തക്കവണ്ണം ആ ഫലം കിട്ടുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. സംസാരിക്കും, ഇന്ന് വചനം സംസാരിക്കും. നമ്മൾ ചിലപ്പം ഈ ലോകത്തിന്റെ ചില കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളെ കണ്ടേക്കുന്നത് തന്റെ പുത്രനെ തന്ന് നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ചിലർ സ്വർഗരാജ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ അങ്ങനെ സംഭവിക്കും. ചിലതിൽ നമുക്ക് എംപ്റ്റിനെസ് ഉണ്ടാവും, ചിലതിൽ നമുക്ക് കുറവുകൾ ഉണ്ടാവും, എന്നാലേ ആ ബോട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് പടിപടിയായിട്ടൊന്ന് പഠിച്ചു വരാം. ആ ബോട്ട് എംപ്റ്റി ആയതുകൊണ്ട് യേശുപ്പച്ചൻ അതിൽ കയറാൻ പറ്റി. അത് കഴിയുമ്പോഴത്തേന് നമ്മൾ കാണുന്നത് രണ്ടെണ്ണം കമ്പയർ ചെയ്ത് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രാജാക്കന്മാരിൽ ആ കലത്തിലെ മാവ് എംപ്റ്റി ആയിരുന്നു, എംപ്റ്റി ആയിക്കൊണ്ട് വരുന്നു, കുപ്പിയിലെ എണ്ണയുമില്ല. ഇവിടെ യോഹന്നാന്റെ ബോട്ട് എംപ്റ്റിയാ. ഓക്കെ, രണ്ടിടത്തും ശൂന്യതയാണ്. പക്ഷേ അവിടെ ദേവദാസൻ ഏലിയാവ് കടന്നു വരുന്നു. The Lord is sending Elijah to widow's home. Here Jesus is coming on the boat. Okay, the difference. യേശുപ്പച്ചൻ വന്നു കഴിഞ്ഞു, ബോട്ട് വന്നു കഴിഞ്ഞിട്ടും അതിന്റെ മുമ്പേ ഉള്ളതും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഐ എം ഗോയിങ് ടു ടോക്ക്. യേശുപ്പച്ചൻ വരുന്നതിന് മുമ്പേ രാത്രി മൊത്തം അധ്വാനിച്ചു. ആക്ച്വലി ഈ ഷീമോൻ മുക്കുവനാണ്. ഹി നോസ് ഈച്ച് ആൻഡ് എവറി കോർണർ ഓഫ് ദാറ്റ് ഗെന്നസറേത്ത് ലേക്ക്. ഓക്കെ, ഒരു മുക്കുവൻ അവിടുത്തെ എല്ലാം അറിയാം. പക്ഷെ പിന്നെയും ദൈവം ഇല്ലാത്ത സമയത്ത് എല്ലാം അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ ദൈവം പറയുന്നു ആഴത്തിൽ നീ വല ഇറക്കും, ആഴത്തിൽ നീ ഇറക്കുന്നു പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ മിടുക്കനുമാണ്. ഷീമോൻ പറയുന്നുണ്ട് അപ്പനീ ബാത്മി രഖലി. ഷീമോൻ അപ്പന കാര്യവും പറഞ്ഞു, ഞാൻ രാത്രി മൊത്തം അധ്വാനിച്ചു, പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വില ഇറക്കാം. ചില സമയത്ത് എന്തോ പറ്റുന്നറിയാമോ? ആഴത്തിൽ ഇറങ്ങിയാലേ പെട്ടു. അവിടെ എനിക്ക് മനസ്സിലായി 2 ബോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ സീമോന്റെ ബോട്ട് മാത്രം എന്തിനാ ആഴത്തിൽ ഇറക്കിയത്? മറ്റേത് പറഞ്ഞില്ലല്ലോ, നീ നിന്റെ നെറ്റ് എടുത്ത് ആഴത്തിൽ വീശുവാന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലത് നമ്മൾ ആഴത്തിൽ ഇറങ്ങിയാലേ കിട്ടത്തുള്ളൂ. ആ ലേക്കിന്റെ കിനാരെ, ഐ മീൻ ആ ലേക്കിന്റെ ബാക്കിയുള്ള ബോട്ടിന്റെ കൂടെ നിന്ന ചിലത് നമുക്ക് നടക്കത്തില്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ബാക്കിയുള്ളവരെ പോലെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. ചില പരിസ്ഥിതികൾ നമുക്ക് അഡ്വേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലായിരിക്കും ലൈഫ് പോകുന്നത്. ചിലപ്പോൾ നമുക്ക് പ്രഷർ ഹൈ ആയിരിക്കും. പല സൈഡിൽ നിന്നും പ്രഷർ വരുമ്പോൾ ഓർക്കണം, ആഴത്തിലേക്ക് വരണം. നമ്മൾ ആഴത്തിലേക്ക് എന്തിനാണെന്നറിയോ? അവിടെ എനിക്കൊരു കാര്യം മനസ്സിലായ, ശരിക്കും ആ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചിലത് വെളിപ്പെടും. ആ ആഴത്തിൽ ആ ബോട്ട് പോയി അതിൽ നിറഞ്ഞു വന്നപ്പോഴാണ് ബാക്കി ബോട്ടുകളെ. ഇന്ന് നമ്മുടെ ജീവിതമായി ഈ ബോട്ട് ചില ആഴത്തിൽ, നമ്മൾ ആഴം അത്രയും സുഖമുള്ളതല്ല, ഡേഞ്ചറസ് ആണ്. നമ്മൾ ആ ലേക്കിന്റെ സൈഡ് വിട്ട് കഴിയുമ്പോൾ പിന്നെ ആഴം ഡേഞ്ചറസ് ആണ്. പക്ഷെ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലത് നമ്മൾ പരിസ്ഥിതി നമ്മൾ നിൽക്കുന്നത്, നമ്മൾ എവിടെയോ ഉലയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയോ ആഴത്തിൽ പോവാൻ തോന്നുന്നെങ്കിൽ ഓർക്കണം, നിന്നെ ആഴത്തിൽ ദൈവം ഇറക്കുന്നുണ്ടെങ്കിൽ ചിലത് വെളിപ്പെടുത്തി നിന്നെ നിർത്തും. ഇത് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. എനിക്ക് ആരുടെയും സാഹചര്യം അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് അഗ്നിജ്വാലയ്ക്ക് കണ്ണ് സദൃശം കണ്ണുള്ള ദൈവത്തിന് സകലതും അറിയാം. ഇന്ന് ആരെങ്കിലും ഭാരത്തോടെ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ കർത്താവെ മടുത്തു, ഞാൻ ഈ ആഴത്തിൽ നിന്ന് എന്നെ ഇറങ്ങും. ഒരു കാര്യം ഓർത്തോണം, ദൈവപാദപീഠത്തിലാണ്. ദൈവം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഡിഫറൻസ്. തന്നെയല്ല, നീ നിന്റെ വല അങ്ങോട്ട് ആഴത്തിൽ, നമ്മൾ ദൈവം പറഞ്ഞിട്ടാണ് ആഴത്തിൽ ഇറങ്ങിയെങ്കിൽ ചിലത് വെളിപ്പെടും. ചിലത് ഇറക്കിക്കൊണ്ട് വരുമ്പോ, ചിലത് നമ്മൾ നിറഞ്ഞിട്ട് വരുമ്പോ ബല, നമ്മൾ മാത്രമല്ല ഖാലി കിടക്കുന്ന ചില പടകിനെ. അതായിരുന്നു വെളിപ്പാട് ദൈവം എന്നെ ഇന്ന് ഞാൻ പ്രാർത്ഥന മുറി, കർത്താവ് എന്താ ഞാൻ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ചില പടകുകളെ ഞാൻ നിറയ്ക്കും, ചില പടകുകളെ ഞാൻ നിറയ്ക്കും. അതിന് ചിലപ്പം പടകൾ ഗനസരത്തിന്റെ ലേക്കിന്റെ ആ ബാങ്കിൽ കടന്ന്, അല്ലെങ്കിൽ ആ അരികെ കടന്ന് നടക്കത്തില്ല, ബോട്ട് മാറ്റേണ്ടി വരും. ചിലത് എല്ലാവരും നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഉപവസിക്കേണ്ടി വരും, ചിലപ്പം ഇരിക്കേണ്ടി വരും, ചില സമയങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ചില സന്തോഷിക്കുന്ന എല്ലാവരും സന്തോഷിക്കുന്ന പറ്റത്തില്ല. ദൈവസന്നിധി ചില
വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹരാധിക ദിവ. പിന്നെ ദൈവം പറഞ്ഞതെന്തോ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഫുള്ള് നോക്കിയതാ, ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല, ഒരു ചാൻസ് ഇല്ല അല്ലേ, അവിടെ ഒരു ചാൻസ് ഇല്ല. പക്ഷെ ചില സമയത്ത് ദൈവം ജീവിതത്തിൽ ചിലത് പറയുന്നത് നമുക്ക് നമ്മളെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നടക്കത്തില്ല. ഞാൻ ദൈവത്തിന് കർത്താവ് ഫുൾ ടൈം ചെയ്തല്ലോ, ഫുൾ രാത്രി ചെയ്തു, പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോഴാണ് മനസ്സിലായി ചില സാഹചര്യം ഇല്ലാത്തടത്ത് നമ്മൾ ചിലത് നമ്മളുടെ ബോട്ട് നീക്കുമ്പോഴാണ് ദൈവ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും ചിലത് ചിന്തിക്കുമ്പോൾ. അപ്പം അവിടെ എനിക്ക് വേറെ കാര്യം മനസ്സിലായത്, എന്താണ് ശീമോനുള്ളത് അതങ്ങ് കൊടുത്തു. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം പഠിക്കേണ്ടിയിരിക്കും. ദൈവം എപ്പോഴും ചോദിക്കുമ്പോൾ ചെറിയ കാര്യം ചോദിക്കത്തില്ല, ചില വിലയേറിയത് ചോദിക്കത്തുള്ളൂ. പോയി ചെയ്യും മേരെ പിതാക്കോ, छोटा मोटा नहीं चाहिए, क्या करना है छोटा. बिकॉज ഞാൻ അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കിയ വിധവയുടെ വീട്ടിൽ പോയപ്പോൾ അഭിഷക്തൻ ചോദിച്ചത് കലത്തിലെ മാവും എണ്ണയുടെ കുപ്പി, അവൾക്ക് അതേ ഉള്ളായിരുന്നു. അതാണ് പ്രഷ്യസ് അവക്കുള്ളത്, വിലയേറിയത്. ഇവിടെ ശരിക്കും പറഞ്ഞ എന്താ ഉള്ളത്? ഷീമോൻ ഉള്ളത് എന്തുവാ? ഒരു ബോട്ടും ഉണ്ട്, ഒരു വലയുണ്ട്. दोनों तो पूछ लिया, अब क्या बाकी बचा प्रभु के पास? There's nothing left with him, right? You asked the boat already and you are commanding for the net to put in the deep, launch it into the deep. അല്ലേ, രണ്ടും ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഹർ ചീസ് तो आप precious मांगते हो, हर चीज. നമ്മൾ പഴയ നിയമത്തിൽ നോക്കി അബ്രഹാമിനോട് ചോദിച്ചെന്തോ? ഇസഹാക്കിനെ താ അല്ലേ. ബാലനോട് ചോദിച്ചത് എന്തോ? 5 അപ്പവും 2 മീൻ താ. जो चीज हमारी कीमती है ना वो ही प्रभु पूछता. അപ്പൊ ഞാൻ ദൈവം കർത്താവെ ഇത്ര പ്രഷ്യസ് സാധനങ്ങൾ എന്തിനാ ദൈവം ചോദിക്കും? അപ്പൊ എനിക്ക് മനസ്സിലായത് ആക്ച്വലി 2 കാര്യം. ഒന്നും എനിക്ക് മനസ്സിലായത്, ദൈവം ചെറിയ അകലാണ്ടത്തിനെ ഉളവാക്കിയവനാണ്. ഒരു വാക്കിന് ഞാനാകുന്നവൻ ഞാനാകുന്നു, ആൽഫയും ഒമാഗയാണ്. ചെറിയ കാര്യങ്ങൾ വേണ്ടെന്നേ. എൻ്റെ കർത്താവ് മേടിക്കുമ്പോൾ സ്റ്റാൻഡേർഡേ മേടിക്കത്തുള്ളൂ. ദൈവം തരങ്ങളും അവൻ്റെ സ്റ്റാൻഡേർഡും അവൻ്റെ ബലവത്വത്തിനുള്ള മഹത്വത്തിന് അവൻ ചെയ്യത്തുള്ളൂ. റിഗ ഹദ ശന്തല റിബ റദ ശബവ. രണ്ടാമത്തെ കാര്യം ഞാനിങ്ങനെ അച്ചാച്ചനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം എന്നെ ഇങ്ങനെ എല്ലാം പ്രഷ്യസ്. അപ്പം ദൈവം എന്നോട് ചോദിച്ചു, ദൈവം എങ്ങനെയാ ചോദിക്കാതെ ഇരിക്കുന്ന പ്രഷ്യസ്? ഹി ഗേവ് ഹിസ് പ്രഷ്യസ്. 3 ജോൺ 16, for he loved the world so much he gave his begotten son. അവന്റെ ഏകജാതനായ പുത്രൻ. उसने भी तो कीमती दिया है ना, कोई छोटा मोटा. വേണമെങ്കിൽ ദൂതന്മാരെ വിടായിരുന്നല്ലോ ക്രൂശിൽ മരിക്കാൻ. പക്ഷേ ആ രാജ്യത്തിൽ ഇരുന്നവൻ മഹിമയെ വെടിഞ്ഞ് പാപികളായ വെറും വെളിപ്പറമ്പിൽ കടന്ന് നമ്മളെ കാട്ടുവള്ളികളായ നമ്മളെ അവൻ ഇറക്കി തന്നെങ്കിൽ ആ വില ചെറുതല്ല. ഓ ഹാലെ ശമന നമുക്ക് വേണ്ടി കൊണ്ട ആ അടിയും നമുക്ക് വേണ്ടി ഹാലെ തെരുവിലിൽ കൂടെ ഒഴുക്കിയ രക്തവും ഹല്ലെ റുഗദബ ആ ആണിമേൽ ഹാലിൽ തൂങ്ങപ്പെട്ടപ്പോൾ ആ വേദനയാൽ പിടഞ്ഞപ്പോഴും ഏലി ഏലി ലമ ശബക്താനി എന്ന് വിളിച്ച ആ ഒച്ച ഓ ഇന്നും മുഴങ്ങാറുണ്ട്. എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും? പ്രഷ്യസ് ആണ് ഇറക്കി തന്നത്, പ്രഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ. ഹല്ലേലൂയ. ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, ആരും ചേർക്കാതിരുന്നപ്പോൾ, ആരും മനസ്സിലാക്കാതിരുന്നപ്പോൾ, നമ്മുടെ ശൂന്യത ആരും അറിയാതിരുന്നപ്പോൾ ഒരുത്തൻ ഇറങ്ങി. ശബന സകലതും വെടിച്ച് ഇറങ്ങി അവന്റെ അപ്പന്റെ മക്കൾക്ക് വേണ്ടി. എന്തിനാണെന്നറിയാവോ? ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താൻ. ഹല്ലേലൂയ. ശമ നിരാകത ശബന. ഇത് ചെറിയ കാര്യമല്ല, ഇത് ചെറിയൊരു സംഗതിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അറിഞ്ഞോ? ഇനി ഞാൻ മുമ്പിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാവാൻ പറ്റും നമുക്ക്. നമ്മളുടെ കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, വേറൊരു കാര്യം എനിക്ക് ദൈവാത്മ ഇവിടെ വെളിപ്പെടുത്തി തന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രഷ്യസ് നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഒരിക്കലും തകർത്തിട്ടല്ല ദൈവം തരുന്നത്. ദൈവം നമ്മളുടെ മനസ്സ് കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതാണ് ചോദിക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ്, യോഹന്നാനോട് ബോട്ട് ചോദിച്ചു, വല ചോദിച്ചു. ദൈവം ഇതുവരെ നോക്കാത്ത മൾട്ടിറ്റ്യൂഡ് ഓഫ് ഫിഷ് ഹി ഈസ് ഏബിൾ ടു കോട്ട് ആൻഡ് ഹി ഫിൽ ദ ബോട്ട് ഓഫ് അതേഴ്സ്. ഹല്ലേലൂയ. വിധവ ആ മാവും കുപ്പിയിലെ എണ്ണയും കൊടുത്തപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ഒരിക്കലും അവിടെ ഒരു കുറവ് വന്നില്ല. എന്നാ ആ സമയത്ത് വിധവ എനിക്ക് പറ്റത്തില്ലെന്ന് പറയുമായിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ആ നിറവ് വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമുക്കുള്ളത് ആ ബാലന്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും മേടിച്ചപ്പം എത്രയോ 5000 പോറ്റാനുള്ള നമ്മുടെ കയ്യിലുള്ളത്. He is not asking something which you can't give, right? Always when you check, God asks like, I know he asked the precious thing, but he never asks like which you can't give what you have. അതാണ് അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. നമുക്ക് ഉള്ളത് കൊടുക്കുമ്പോഴാണ് അവിടെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ദൈവം അതുപോലെ എപ്പോഴും വലിയ വലിയ കാര്യങ്ങളെയല്ല, നമുക്ക്
ഉള്ളത് കൊടുക്കുമ്പം അതിനകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതേപോലെ നമ്മുടെ കയ്യിലുള്ളത് ദൈവം പറയുന്നത് പോലെ ചെയ്ത, വല വീശാൻ പറഞ്ഞു, വല ലോഞ്ച് ചെയ്യാൻ പറഞ്ഞു, ഡെപ്തിൽ വന്നു. മോശയുടെ കയ്യിലിരിക്കുന്ന വടി നീട്ടാൻ പറഞ്ഞു, രണ്ടായി മാറി. ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ചില കാര്യങ്ങൾ, പക്ഷെ ഇത്രേ ഉള്ളൂ, ദൈവശബ്ദം തിരിച്ചറിയണം. ദൈവം എന്താ, ചില സമയത്ത് നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ ചില കാര്യങ്ങൾ അത് ശരിയല്ല, അങ്ങനെ പോയാൽ ശരിയാല്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ. ഫസ്റ്റ് ലിസൺ ദ വോയിസ് ഓഫ് ദ ലോർഡ്, വാട്ട് ലോർഡ് ഈസ് ടോക്കിംഗ് ടു യു. ശരിയാ, ദൈവം പറയുന്ന ചിലത് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നോക്കിയാൽ ശരിയാ. എന്നുവെച്ചാൽ വഴി നീട്ടാൻ പുറകിൽ സൈന്യം വരുക, ടുക് 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 ഓൺ ദ ഹോഴ്സ്, എപ്പം വേണമെങ്കിലും അടിച്ച് താഴെ ഇടും. മുമ്പിൽ ചെങ്കടല്ല, അതിനകത്ത് മുങ്ങി മരിക്കും. സൈഡിൽ മൊത്തം മലകൾ രണ്ടായി നീക്കി. എങ്ങോട്ടാ നോക്കേണ്ടത്? മേളിലോട്ട്. മോശ ദൈവശബ്ദം കേട്ടനുസരിച്ചു. ഷീമോനും അതുപോലെ വല ആഴത്തിലേക്ക് ഇടാൻ പറഞ്ഞു, ഷീമോൻ ഇട്ടു. നമ്മളുടെ കയ്യിലുള്ളത്, മോശയുടെ കയ്യിലുള്ളത്, നമ്മളുടെ കയ്യിലുള്ളത് ഇന്നത്തെ രാത്രി നമുക്ക് ദൈവത്തോട്, കർത്താവേ ഇതാണ്. ഹാലേലിയ. ഷീമോന്റെ എംറ്റി ആയിരുന്നു ബോട്ട്. നമ്മളുടെ ലൈഫിൽ എംറ്റിനെസ് ഉണ്ടോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ ബ്രോക്കൺ ആണോ? ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക. ചിലത് മനസ്സിലാകുന്നില്ലേ, എന്തോ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ നിൽക്കുവാണോ? ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക. നമ്മളെ ഉണ്ടാക്കിയവൻ അമ്മയുടെ ഉദരത്തിലുള്ള ഭാഗത്തിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പിൽ ഒരുവൻ നമ്മളെ അറിഞ്ഞു. ആരും അറിയും. ചിലപ്പോൾ നമ്മളുടെ പേരൻസ് നമ്മളെ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് മനസ്സിലാക്കി. ആക്ച്വലി മനസ്സിലാക്കാൻ അവരുടെ തെറ്റല്ല, ദേ ആർ ഹ്യൂമൻ ബീങ്. അവർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും അതുപോലെ നമ്മളെ അറിയുന്നത് നമുക്ക് വേണ്ടി അവിടെ എപ്പോഴും ഒരു മഹാപുരോഹിതനുണ്ട്, ദൈവത്തിനും മനുഷ്യന്റെ മധ്യസ്ഥ അണയ്ക്കുന്നവൻ ഒരുവൻ. നമുക്ക് അങ്ങോട്ടത്തെ നമ്മളെ ബ്രോക്കൺ ലൈഫ് കുച്ച് ബി സമझ में नहीं आ रहा, कोई बात नहीं, നമുക്കൊരു ഇടമുണ്ട്. നമ്മളെ കേൾക്കുന്ന ഒരു അപ്പനുണ്ട്. റിഗ തിബാരെ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. റിഗദ ക്ഷമ നിറാതിരാമന. ഏത് സമയത്തും കൃപാസനത്തോടെ നമുക്ക് അടുത്ത് ചെല്ലാം. രാത്രിയാണോ പകലാണോ, ഒരു ടൈം നീ ഹോത്താ, എപ്പം വേണമെങ്കിലും. അതാണ് നമ്മൾ ദൈവത്തിന്റെ പ്രത്യേകത. ഒരു ഡിസ്ക്രിമിനേഷൻ കർത്താവിനില്ല, ആണാണോ പെൺ, അങ്ങനെ ഒന്നുമില്ല. ദൈവത്തിന് എപ്പോഴും അവൈലബിൾ ആണ്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഒരു സ്റ്റെപ്പ് അഹെഡ് വെക്കണം. ആർ വി റെഡി ഫോർ ദാറ്റ്? Are we ready for that? Are we ready to lead our life with the Jesus? When Jesus came in his boat, there was abundance. When he caught the fishes, it was in abundance. That's the difference when you do the work without Jesus and with the Jesus. ദൈവത്തിനോട് കൂടെ ഉള്ള നിങ്ങളുടെ ലൈഫും ദൈവത്തിന് ഇല്ലാത്ത ലൈഫും, അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. രണ്ടാമത്തെ എനിക്ക് പഠിക്കാൻ പറ്റിയത്, ആ വിധവയുടെ മാവിൽ നിന്ന് പറഞ്ഞതുപോലെ, അഭിഷക്തൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരിക്കലും അവർക്ക് കുറവ് വന്നിട്ടില്ല. ഇവിടെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ദേവദാസന്മാരെ ഖാത്തർദാരി, മെഹമാൻവാരി, നമ്മളെ ദേവദാസന്മാരെ ഒരു ഗ്ലാസ് വെള്ളം സന്തോഷത്തോടെ കൊടുത്താലും അതിനൊരു, നമ്മളെ പിതാക്കന്മാർ, നമ്മളെ മാതാക്കന്മാർ ഇല്ലായ്മയിൽ കൊടുത്തതാണ്. അതിൻ്റെ നന്മയാണ് ഇപ്പോഴും അനുഭവിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. ഇല്ലായ്മ ഉള്ളപ്പം എല്ലാവർക്കും ചെയ്യാം. ഇല്ല, ആ വിധവ 2 വെള്ളിക്കാശേ ഉള്ളായിരുന്നു, അവൾ ഇട്ടു. ഇല്ലായ്മ, ഹല്ലേലൂയ. നമ്മളത് ചെയ്യാനുണ്ടോ? അതാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ, അത് ഇപ്പോഴല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ റിവാർഡ്. ഡെഫിനറ്റ്ലി. ദേവദാസന്മാരെ കഴുതുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും, ഉള്ളതിൽ ആ വിധവ ചെയ്തത് അവളുടെ ഉള്ളതിൽ ആദ്യം നമ്മളുടെ ബെസ്റ്റ് എന്തുവാണ്, നമ്മളുടെ ബെസ്റ്റ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ബെസ്റ്റ് ഹെൽത്ത്, നമ്മളുടെ ബെസ്റ്റ് ഡേ ഓഫ് ദ ടൈം ഓഫ് ദ ഡേ. നമ്മൾ എല്ലാം ജോബൊക്കെ കഴിഞ്ഞ് ടയർഡായി പോയി 2 വാക്ക് കർത്താവേ രക്ഷിക്കണേ എന്ന് കിടക്കുന്നില്ല. ദൈവത്തിന് അത് വേണ്ട. ठीक है, നമുക്ക് हो जाता है जब നമ്മൾ ടയർഡാണ്, ദൈവത്തിന് അത് മനസ്സിലാകും. നമ്മുടെ ദൈവത്തിന് അതല്ല വേണം. But when you are giving, give him something best. ഏറ്റവും ബെസ്റ്റ്, നമ്മളുടെ ടൈമിന്റെ ഏറ്റവും ഫ്രഷ് ടൈം. അല്ലാതെ അങ്ങനെ വേണ്ട കർത്താവിന്. അരെ ഉസ്നെ ഭി തോ അപ്നാ കീമത്തി ഉതാർ കെ ദിയാ നാ ऊपर से. അവിടെ ഇരുത്തായിരുന്നല്ലോ, ആരെങ്കിലും വിട്ടാ മതിയായിരുന്നു. ഏറ്റവും ബെസ്റ്റ് തരുമ്പോൾ ബെസ്റ്റ് ആണ് ഡിസർവ് ചെയ്യുന്നത്. നമ്മളുടെ ഹെൽത്തിന്റെ ബെസ്റ്റ്. അല്ലാതെ എല്ലാം കഴിഞ്ഞ് പ്രായമാകുമ്പോൾ ഓക്കെ ഞാൻ സുവിശേഷത്തിന് നോ, ഗിവ് യുവർ ബെസ്റ്റ്. ടൈം ബെസ്റ്റ് കൊടുക്കും. പഠിക്കുന്ന കൊച്ചു ഏറ്റവും ബെസ്റ്റ് പറയണം എപ്പോഴും നമ്മളുടെ മക്കളോടും. നീ പഠിച്ചോ എന്നാന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി ആദ്യം, അത് കഴിഞ്ഞുള്ള ബാക്കി മതി. ഹലേ റുഗ ദമ ഷഗ ദിര മന റിദ്ധ ഹസ്ത റിവ റിഗ. ഇപ്പൊ ഒന്നും കാണത്തില്ലായിരിക്കും മക്കളെ. അതേപോലെ ആദ്യം ഹല്ലേലൂയ, ആദ്യം നമ്മളുടെ ബെസ്റ്റ് കൊടുത്തിട്ട് മതി ബാക്കിയെല്ലാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ പഠിത്തത്തിന്റെ നല്ല ടൈം ദൈവത്തിനുള്ള കൊടുക്കുക.
ബാക്കി ദൈവം തന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടെ സകലതും കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിഗാ ദമാശക. ഇനി വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടെ എനിക്ക് മനസ്സിലായത്, ഈ ഫസ്റ്റ് നമ്മൾ പഠിച്ചു നമ്മുടെ ശൂന്യമായ ജീവിതം ദൈവസന്നിധി വെക്കണം, ദൈവം വരുന്നു, ദൈവസാന്നിധ്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പാപബോധം. നമുക്ക് ആ ഒരു അത് വായിക്കാം. നമ്മൾ ആ ലൂക്കോസിന്റെ 5:8 ഒന്ന് കൈൻഡ്ലി അതൊന്ന് നമുക്കൊന്ന് ഒരാൾ വായിച്ച് സഹായിക്കണമെന്ന്. മലയാളം. താങ്ക് യു പാസ്റ്റർ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു വാക്കുണ്ട്, ഞാൻ അതും ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് കിങ് ചാപ്റ്റർ 17:18. 1 രാജാക്കന്മാർ 17 അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അപ്പം ഇതിനകത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ ജീവിതമൊക്കെ ദൈവത്തിന് കൊടുത്തു, ദൈവ സാന്നിധ്യം വന്നു. നെക്സ്റ്റ് എന്തുവാണെന്നറിയോ? പിന്നെ ഇപ്പം ഷീമോനെ ശരിക്കും പറഞ്ഞ അവിടെ ആവശ്യം എന്തുവായിരുന്നു? കുറച്ച് മീൻ കൂട്ടമായിരുന്നു, മീൻ വേണമായിരുന്നു, അത് കിട്ടി. പക്ഷെ അത് കിട്ടിയപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ ദൈവ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമുക്കകത്തുള്ള പാപത്തിനെ ദൈവമേ ലൈക്ക് കുച്ച്ബിനെയും ലൈക്ക് ഒന്നുമില്ല ഞാൻ നിന്റെ മുമ്പിൽ. ആ ബോധ്യം മനസ്സിലായി. അല്ല, ഞാൻ ആ വിധവയുടെ കാര്യം പഠിച്ചപ്പോഴും അവൾ പറയുന്നത് എന്തോ, നീ പാപത്തിനെ ഓർപ്പിക്കാൻ വേണ്ടിയാണോ നീ വന്നത്? അതാണ് അവിടെ മനസ്സിലാവും. മൈ ഗോഡ്, അവിടെയാണ് എനിക്ക് ട്വിസ്റ്റ് മനസ്സിലായത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കണം. ദൈവ സാന്നിധ്യം വരുമ്പോൾ പിന്നെ ദൈവം അങ്ങ് പണിയുക. ഇത് ഈ പണിയതൽ എന്തിനാന്ന് ഞാൻ പറയാം, കുറെ മീൻകൂട്ടം തരാനോ മാവ് നിറയാനോ ഒന്നുമല്ല, അതിനല്ല. ഒരുക്കി വെച്ചിടം ഒരെണ്ണമുണ്ട്, അവിടത്തേക്ക് ഒഴുക്കുവാണ്. അത് നമ്മൾ വായിക്കും. അത് കഴിഞ്ഞ് മുമ്പോട്ട് എന്നാ പറയുന്നത്, പാപബോധം വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നാ ചെയ്തത്? പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിലേക്ക് അതിലോട്ട് പോവാം. അതിനകത്ത് കൂടെ ഉള്ളവരെ വിളിച്ചു അല്ലേ? ആ ബോട്ട് നിറഞ്ഞപ്പോൾ കൂടെ ഉള്ളവരെ വിളിക്കുന്നു. എന്നിട്ട് എന്നാ പറയുക, എന്നിട്ട് നമ്മൾ വായിക്കുന്നത് 2 ബോട്ട്, ദേ ഫിൽഡ് 2 ബോട്ട്സ് അല്ലേ? അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, 2 ബോട്ട് എംപ്റ്റി ആയിരുന്നു, ഒരു ബോട്ട് ആഴത്തിലേക്ക് ഇറങ്ങി നിറഞ്ഞു വന്നപ്പോൾ അടുത്ത ബോട്ടിനെ വിളിച്ചു. ഇതേപോലെയാണ് ചില ദൈവം നമുക്ക് വേണ്ടി ചില ബോട്ടുകൾ നിറയ്ക്കുമ്പോൾ ലിമിറ്റഡ് ആക്കി വെക്കാനല്ല, ദൈവം ചില നമ്മളെ നിറയ്ക്കുമ്പോൾ ആത്മീയ നന്മകളോടും അനുഗ്രഹങ്ങളോടും കൊടുക്കണം, അതിനാണല്ലോ അതിനാണ് ദൈവ വെളിപ്പാട് കാണിച്ച ചില ബോട്ടുകളെ ഞാൻ ഈ ദിനങ്ങളിൽ നിറയ്ക്കും. അത് നിറയ്ക്കുന്നത് എന്തിനാ? ചിലതിനെ കൂടെ ഉള്ളതിന്റെ പടകിനെ ചിലത് അടുപ്പിക്കും. അപ്പം പടകുകൾ നിറച്ചു തരാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പം വേറെ എന്താ നടന്നത് അവിടെ? ആശ്ചര്യം നടന്നു അല്ലേ? അത് കണ്ടപ്പോൾ അവരെന്തോ ആയത്? സംഭ്രമം പിടിച്ചു. ഈ ദൈവം ചിലത് ചെയ്യുമ്പോഴല്ലോ ചെറുതായിട്ടല്ല ചെയ്യുന്നത്. ചെങ്കടൽ തുറന്നപ്പോഴും അല്ലേ എന്നായിരുന്നു? ആശ്ചര്യമായിരുന്നു അവിടെ. ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ്? കുറച്ച് നാളത്തേന് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. നമ്മൾ ഓർമ്മ കൊച്ചിനെ ഊരാൻ, കൊച്ചുബിനെ ഊരാൻ. അതെന്നാ പറയാ, ദൈവം ചെയ്യുമ്പോൾ ധമാക്കേദാറാ ചെയ്യത്തുള്ളൂ, എല്ലാവരും കാണത്തക്കവൻ. നീ കരഞ്ഞത് ചിലപ്പം ഇരുടക്കാരമ്മ ശമന റിഗത, നീ കരഞ്ഞത് ചിലപ്പോൾ ഇരുട്ടിലായിരിക്കും, നീ കരഞ്ഞത് ചിലപ്പോൾ ഒറ്റപ്പെട്ടലായിരിക്കും, നിന്റെ കണ്ണുനീരാരും കാണാനില്ലായിരിക്കും. ദ്രഗ റിഗ ദിവാശമ, ചിലപ്പോൾ നീ ഞെരുങ്ങിയായിരിക്കും പ്രാർത്ഥിച്ചത്, ഒച്ച പോലും വെള്ളി വരാതിരിക്കാൻ താക്കി ആരും അറിയല്ലേ. റിഗ ദിവാശം. പക്ഷെ ദൈവം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ദൈവം ചെയ്യുമ്പോൾ 4 പേര് അറിയത്തക്കവണ്ണം ഇത് ചെയ്തത് ദൈവമാണ്, ഇത് മഹത്വം ദൈവത്തിന്റെ ആണെന്ന് ചെയ്യുന്ന പോലെ റഗ ബല മദ ശമന ഹസ്ത രൂപ റിഗത ശിമന. ദൈവം വ്യക്തമായി പറയുന്നു, ചില റൂമുകളിൽ ഇരുട്ടുകളിൽ കണ്ണുനീര് ഒഴിക്കുന്ന ചിലരുണ്ട് ഇതിനകത്ത്. ഹല റമ ദിബ ജിബ റിഗ ദിരാമ ശംന റിഗ ഹദ ഹസ്ത റിബ ദബ. ദൈവം വ്യക്തമായി പറഞ്ഞു, നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ശമന റിഗത. ഇത്രയും നാൾ നീ ആഴത്തിൽ ഉലയുമല്ലേ? റിഗത റിഗത റിബ ദിമ. നിന്റെ ബോട്ട് ഞാൻ നിറയ്ക്കും. നിന്റെ ബോട്ട് നീ ആശ്രയിച്ചില്ല എന്തിനാണ്? സങ്കീർത്തനം 71:1 വാക്യം. കർത്താവേ, ഞാൻ നിന്നെ ആശ്രയിക്കുന്ന എന്നെ ഒരു നാളും ലജ്ജിപ്പിക്കുകയല്ലേ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ആമേൻ ലജ്ജിച്ച്. നമ്മൾ ആരിലാണ് നമ്മളെ പ്രത്യാശ വെച്ചേക്കുന്നത്? മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്ന നല്ല. നമ്മുടെ ആശ്രയം നമ്മൾ അവനിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ നടന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചില കാര്യത്തിനെ ഉണ്ടല്ലോ, ആഴത്തിലും ഇറങ്ങണം, ഉയരത്തിലും കയറണം.
അവിടെ ഏലിയാവിന്റെ കാര്യം ഞാൻ വായിച്ചപ്പോൾ ആ മോൻ ഇങ്ങനെ വയ്യാതാകുന്നു. ഹി വാസ് ലൈക്ക് ഇൻ ഹിസ് ലാസ്റ്റ് സ്റ്റേജ്, ലൈക്ക് ഹിസ് ബ്രെത്ത്സ് വർ ലൈക്ക് സ്റ്റോപ്ഡ് ആൻഡ് ഓൾ. അപ്പം ഇങ്ങനെ വിധവ പറയുന്നു, നീ എനിക്ക് തമ്മിൽ എന്നാ ബോൾഡ്. ഏലിയാവ് എന്നാ ചെയ്തത്? അപ്പം അവനെ എടുത്തോണ്ട് അപ്പർ റൂമിൽ പോയി. ऊपर वाले कमरे अट्टिया पे गया ना, ഹിന്ദി ചപ്പടുത്തെ അട്ടാരി പേ ഗയാ. ഹി വെന്റ് ടു അപ്പർ റൂം. ചില കാര്യമുണ്ടല്ലോ ഗ്രൗണ്ട് ലെവലിൽ നടക്കത്തില്ല, ചില കാര്യം ചിലരുടെ കൂടെ ഇരുന്ന് നടക്കത്തില്ല. ചില സമയത്ത് ചില അപ്പർ റൂമിൽ കയറിയാലേ പറ്റും. ഹോരേബിൽ മോശ കയറി. ചില യേശുപ്പച്ചൻ എവിടെയാ? ഉയർന്ന പർവ്വതത്തിലേക്ക് ചില പ്രാർത്ഥിക്കാനായിട്ട് കയറി. ചിലടത്ത് നമ്മൾ ഉയരത്തിലും കയറി ഒറ്റയ്ക്കും ചിലത് ഇരിക്കുമ്പോഴാണ് ചിലത് പ്രവൃത്തി വെളിപ്പെടുന്നത്. ആ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഒരു പെൺകുട്ടി മരിച്ചു. അപ്പൊ യേശു വന്നപ്പോൾ കുറെ എന്തിനാ മരിച്ചു കഴിഞ്ഞു എല്ലാം സംഭവിച്ചു. അപ്പൊ എന്നാ പറയുന്നത്? എല്ലാവരും ഇറങ്ങും, ബാഹർ നിക്ലോ സബ്. चला हमारे जीवन में बहुत लोग होंगे जो चारों ओर हमारे बोलते होंगे, भाई ये नहीं हो सकता, वो नहीं हो सकता. Stop it. I'm talking to my God. I'm going to upper room. I'm talking to himself in alone. When you talk to God in alone, he will do the miracles. മരിച്ച വിധവയുടെ മോൻ എന്നായി? ജീവനോടെ ഇറങ്ങി വരും. ചിലത് അപ്പർ റൂമിൽ കയറണം, ചിലത് ഒറ്റയ്ക്കാകണം, ചിലത് മാറിപ്പോണം. ഹാലെ ഋഗ ദിമ ക്ഷമ നിറകത. ഈ ദിവസങ്ങളിൽ ഹാലെ ലൂയ ഹാലെ ലൂയ ദൈവാത്മാവ് പറയുന്നു. ചിലത് ഹാലെ ലൂയ എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് ഒന്നും ഒരു സൊല്യൂഷൻ വരുന്നില്ല. എല്ലാവരോടും പറഞ്ഞു ഒരു സൊല്യൂഷൻ വരുന്നില്ല. ഒറ്റയ്ക്ക് പോയി ദൈവത്തിനോട് ചോദിച്ചോ. കേറിയോ? അപ്പർ റൂമിൽ കേറിയോ? ഇരുന്നോ അപ്പർ റൂമിൽ? നിങ്ങളുടെ വിലയേറിയ സമയം ദൈവത്തിന് കൊടുത്തോ? കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരമുണ്ട്. ഹി ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. ചില ഈ ദിനങ്ങളിൽ ഹാലേലൂയ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്ന സഭയോട്, വാട്ട് യു ഇൻവെസ്റ്റഡ്. നിങ്ങൾ എന്താണ് ഒറ്റയ്ക്കിരുന്ന് മേളത്തെ മുറിയിൽ അല്ലെങ്കിൽ ദൈവത്തിനോട് മാറിയിരുന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്? യു വിൽ ഹാർവെസ്റ്റ്. കണ്ണുനീരിലാണോ നിങ്ങൾ വിതച്ചത്? ആർപ്പോടെ കറ്റ ചുമക്കും, ആർപ്പോടെ കറ്റ ചുമക്കും. അതാണ് ദൈവാത്മാവ് എന്നോട് പറയുന്നത്. വേഗത്തിലേക്ക് ഞാൻ ഇനിയിപ്പം മടങ്ങി വരാൻ ആഗ്രഹിക്കും. ആ ഉത്ബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താണ് പിന്നെ ഷീമോൻ ചെയ്യുന്നത്? മീൻകൂട്ടം കിട്ടിക്കഴിഞ്ഞ് മീൻകൂട്ടത്തിന്റെ പുറകെയാണോ ഷീമോൻ പോകുന്നത്? അല്ല. എവിടെയാ പോയത്? മീൻകൂട്ടവും മീൻകൂട്ടവും വേണ്ട, ബോട്ടും വേണ്ട, കാപ്പകയാ യേശുവിന്റെ പുറകെ. അവിടെയാണ് ട്വിസ്റ്റ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എൻ്റെ തകർന്ന ജീവിതം ഞാൻ ദൈവത്തിന്റെ സന്നിധി വെക്കുമ്പം, അവിടുന്ന് ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പം, പാപത്തിനെ കുറിച്ച് എന്നിൽ ബോധം ഉണ്ടാകുമ്പം, അപ്പം എനിക്ക് മനസ്സിലാവും ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദിസ് വേൾഡ്ലി തിങ്. യേ തോ സബ് പീछे ആയേഗാ അല്ലേ? മുമ്പ് രാജുവിനെ എനിക്ക് വേണ്ടിയത് യേശുവിന്റെ പുറകെ. അതേപോലെ നമ്മളുടെ ജീവിതവും ഈ ദിനങ്ങൾ ആയിത്തീരട്ടെ. നമ്മളുടെ ജീവിതം ഈ ലോകത്തിന്റെ കാര്യങ്ങളിലേക്കല്ല, ആ ദൈവത്തിലേക്ക്, നമ്മളുടെ ഉള്ളത് ദൈവത്തിലേക്ക് വെക്കുക. ചിലപ്പോൾ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, ചിലപ്പോൾ നമുക്ക് വാക്കുകളില്ലായിരിക്കും, ചിലപ്പോൾ ഒരു ഞെരുക്കം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ നമ്മളുടെ ജീവിതമായ ബോട്ട് ദൈവസന്നിധിയിലേക്കൊന്ന് ഇറക്കി കൊടുത്തേ. ആരും കാണുന്നില്ലായിരിക്കും നിന്റെ ഞെരുക്കം, ചിലപ്പോൾ ആരും നിനക്ക് പറയാൻ ചിലപ്പം പറ്റുന്നില്ലായിരിക്കും. പക്ഷെ കേൾക്കുന്ന നമ്മളുടെ ദൈവത്തിന് ഹാലേലു ബാക്കിയുള്ളവരെ പോലെ കാതുണ്ടായിട്ടും കേൾക്കാത്തതും ഹാലേലുയോ വായുണ്ടായിട്ടും സംസാരിക്കാത്ത ദൈവമല്ല. സ്വർഗത്തിൽ കയറിയാൽ അവിടെയും അവനുണ്ട്. ഹല്ലേലൂയ. പാതാളത്തിൽ കിടക്ക വീഴ്ച അവിടെയും നീയുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നീയുണ്ട്. ഏത് സമയത്തും നിന്റെ അവസ്ഥ അറിഞ്ഞ് നീ എവിടെയാണ്? അതിന് സിംഹഗുരി വേണ്ട, പദ്മോസ് വേണ്ട, എവിടെ ഏത് സ്ഥലത്തും നീ ഒന്ന് നിലവിളിച്ച ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദിനങ്ങളിൽ നമുക്കൊന്ന് ഒഴുക്കാം. എൻ്റെ കർത്താവ്, എൻ്റെ ബോട്ട് എംപ്റ്റി ആണ്, ബട്ട് ഐ വാണ്ട് ടു ലീവ് ദിസ് ബോട്ട് ഫോർ യു. ഐ വാണ്ട് യു ഷുഡ് യൂസ് മൈ ബോട്ട് ഫോർ ദ മൾട്ടിറ്റ്യൂഡ്സ്. യു ഷുഡ് യൂസ്. എന്നെ ഒന്ന് ഉപയോഗിക്കണം. ഈ ലോകത്തിന്റെ ചിലവ് കിട്ടാൻ വേണ്ടിയല്ല. ഈ ലോകത്തിന്റെ നിക്ഷേപങ്ങൾ ഇവിടെ കൂട്ടിവെച്ച കള്ളൻ നിന്ന് കക്കും, തുരുമ്പിക്കും, പല കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നിന്റെ നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിൽ. അവിടെ കക്കത്തില്ല. ഹാലേലിയോ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം, നിന്റെ ട്രഷർ എവിടെ? അവിടെ നിന്റെ ഖജാനായ വൈദ്യര ഹൃദയവുക. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ജസ്റ്റ് 3 കാര്യങ്ങൾ മാത്രം. ഒരു ചോദ്യം ഹാലേലൂയ എന്നോടും നിങ്ങളോടും. എനിക്കറിയാം ഈ വാക്ക്
ഡബിൾ എഡ്ജഡ് സ്വാർഡാണ്. വചനം പറയുമ്പം ഇത് എന്നോടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും സംസാരിക്കുന്നു. ഇത് നമ്മളെ ജീവിതത്തിൽ ക്രിയ ചെയ്തിട്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ വെറുതെ പറയത്തില്ല. നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടാൻ वो बादलों में जब आएगा हम उठा लिएगा, उसकी इच्छा वो है. यहाँ पे तो जो है नहीं है चलेगा, क्योंकि कुछ दिन की जिंदगी है, കുറച്ച് നാളത്തെ ലൈഫേ ഉള്ളൂ. പക്ഷെ നമുക്ക് അവിടെ വിട്ടുപോകല്ലേ, കൈവിട്ടു പോകല്ലേ. നമ്മൾ മാത്രമല്ല പോകുമ്പോൾ ഒരു ചിലതിനെ കൂടെ വലിച്ചോണ്ട് പോകണം. അതിനാണ് ബോട്ട് നിറയ്ക്കുമ്പോൾ നിന്നെ ആത്മാവിൽ ദൈവം നിറച്ചിട്ടുണ്ടെങ്കിൽ, നിന്നിൽ അനോയിന്റിങ് തന്നിട്ടുണ്ടെങ്കിൽ ചിലതിനെ കൂടെ വലിച്ചെടുക്കണം എന്ന്. ശത്രുവിന്റെ വായാണെങ്കിൽ എന്നെ നിറച്ച അഭിഷേകം അതാണ്. ഞാൻ ചിലതിനെയും കൊണ്ടുപോകും. ഹാലയിൽ ഒറ്റയ്ക്ക് ഞാൻ ഏതായാലും പോകും, പക്ഷെ ചിലതിനെയും വലിച്ചോണ്ട് ഞാൻ കൊണ്ടുപോകും. ആ ദൈവിക ശക്തിയുടെ ഈ ദിനങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് ഒഴുക്കാം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം. ജസ്റ്റ് 3 ചോദ്യങ്ങൾ. നമ്മളുടെ പടകിൽ യേശു ഉണ്ടോ? നമ്മളുടെ പടകിൽ യേശു ഉണ്ടോ? സെക്കൻഡ്, നമ്മൾ ആഴത്തിൽ ഇറങ്ങും. ഒറ്റയ്ക്ക് ദൈവം ഇറങ്ങാൻ പറഞ്ഞ ആഴത്തിൽ ഇറങ്ങും. ഇറങ്ങാൻ പറ്റുമോ? ചിലത് ഉയരത്തിലേക്ക് കയറുമോ? നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ. ചിലതിനെയും കൂടെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി. ലാസ്റ്റ്, ദൈവം നമ്മളെ നിറയ്ക്കുമ്പോൾ പകരാൻ പറ്റുമോ നമുക്കൊന്ന്? ബാക്കി ബോട്ടിനെയും കൂടെ ഒന്ന്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കുവോ ചിലതിനെ? ചിലതിന് അത്രയും ചിലപ്പം ബലമില്ലായിരിക്കും, ചിലപ്പോൾ അത്രയും സമജ്ദാരി ഇല്ലായിരിക്കും, ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും. നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? നല്ല ശമരിയക്കാരനെ പോലെ ചിലതിൻ്റെ മുറിവ് കെട്ടാൻ നമുക്ക് പറ്റുമോ? ഈ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിഗാദ മാഷദല്ലിരി ബദാസഗദ്ദിര മജൂര മാഷമന്നിര ദില റിഗദ്ദിര മന ബജദ്ദിര ശദാലിറം ബല ബല റിഗദ്ദിര ഹസ്തബാലിഗദ്ദിര ബല. ദൈവത്തിന്റെ ആത്മാ സാന്നിധ്യം നിറയട്ടെ, നിറയട്ടെ അപ്പാ. ഓ ദൈവ സാന്നിധ്യം നിറയട്ടെ. ധീരം മന ബല ബദല ബഷന്ദല റിഗദാലമന. ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. ക്രിയ ചെയ്യണേ ഞങ്ങളുടെ ദൈവമേ. ഈ ജീവിതത്തിന്റെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. Oh, Shamana Rigadala. Thank you, Lord. Thank you, Lord. Thank you, Lord. Taramana Varaba. Thank you, Lord. Tavaraba. അപ്പാ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇതുവരെ ദൈവം തന്ന എല്ലാ കൃപകൾക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദേവദാസനോട് നന്ദി അറിയിക്കുന്നു. എന്നെ എൻകറേജ് ചെയ്ത പ്രിൻസ് വൈയോട് നന്ദി അറിയിക്കുന്നു. ഈ വചനത്താൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ.